കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 27 ലക്ഷം രൂപ ചെലവിട്ട് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ നടക്കാവ് കാപ്പിലെ കുളത്തിന്റെ ഉദ്ഘാടനം MLA M രാജഗോപാലൻ നിർവഹിച്ചു. പരിസ്ഥിതി ബജറ്റ് തന്നെ തയ്യാറാക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പ്രകൃതി സൗഹൃദമായ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്ന് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റ് ജലസംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും എല്ലാം മുൻനിർത്തി ഒരു മിഷൻ തന്നെ രൂപീകരിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഹരിത കേരള മിഷൻ. അപ്പൊ അങ്ങനെ ബഹുമുഖമായ ഇടപെടലുകൾക്ക് സഹായകമായ രീതിയിലുള്ള സംഘടനാ സംവിധാനം ഉറപ്പുവരുത്തി ജനങ്ങളെയാകെ അതിൽ പങ്കാളികളാക്കിക്കൊണ്ട് ഇന്നുള്ള തലമുറക്കല്ല വരും തലമുറയുടെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണ കാഴ്ചപ്പാടിലൂടെയാണ് ഗവൺമെന്റ് പോകുന്നത്. പടന്ന പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ് 2 ഏക്കറോളം വിസ്തൃതിയുള്ള കാപ്പിലെ കുളം. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് 27 ലക്ഷം രൂപ ചെലവിലായിരുന്നു ചെങ്കല്ല് പാകിയ നടപ്പാത, കമ്പിവേലി എന്നിവ നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ TP ആയിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുമേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് സ്വാഗതവും വാർഡ് മെമ്പർ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. നാട്ടുകാർക്ക് പ്രഭാത സായാഹ്ന സവാരികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് കുളം നവീകരിച്ചിരിക്കുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നായ കാപ്പിലെ കുളം കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ.